കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം. ഞാൻ സാദി ഇന്ത്യ. ആദ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ണ് തുറന്നൊന്ന് കാണണേ. എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ? എങ്ങോട്ടാണ് ഈ പോക്ക്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. മുക്കത്ത് 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 22-കാരൻ അറസ്റ്റിലായി. കൂടരഞ്ഞി സ്വദേശി മുഹമ്മദ് മിദിലാജാണ് അറസ്റ്റിലായത്. മുക്കം പോലീസ് വയനാട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. സുഹൃത്തിന്റെ കുഞ്ഞിനെയാണ് മിദിലാജ് പീഡനത്തിനിരയാക്കിയത്. കുട്ടി അസ്വാഭാവികമായി പെരുമാറുന്നത് കണ്ട് അംഗൻവാടി ടീച്ചർക്ക് സംശയം തോന്നുകയായിരുന്നു. കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. ശരീരത്തിൽ പലയിടത്തും വേദനയുള്ളതായി കുട്ടി പറഞ്ഞു. ഓരോ ദിവസവും നമ്മുടെ നാട്ടിലെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. പുതിയ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഴയ വാർത്തകൾ മറക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞോ, സ്വന്തം സുഹൃത്തിൻ്റെ 4 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ 22 വയസ്സുള്ള ഒരാൾ പീഡിപ്പിച്ചു. എന്താലേ, ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയും. അതുകൊണ്ട് എന്താണ് കാര്യം? മക്കൾ ചെയ്ത തെറ്റിന് അച്ഛനമ്മമാരെ കുറ്റം പറയും. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ നിയമങ്ങൾ മാറ്റി എഴുതണം. നമ്മുടെ നാട്ടിൽ ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന 2 കാരണങ്ങൾ: ഒന്ന് മദ്യവും മയക്കുമരുന്നാണ്. അത് പൂർണ്ണമായിട്ടും നിരോധിക്കണം. മറ്റൊന്ന്, എന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ, ക്രൈം ചെയ്താൽ എന്താണ് ശിക്ഷ എന്ന് പ്രതിക്ക് അഡ്വാൻസ് ആയിട്ട് അറിയാം. പണമുള്ള ആളാണ്, രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണെങ്കിൽ ഈസി ആയിട്ട് ഊരിപ്പോരും. മറ്റൊന്ന്, ജീവപര്യന്തം ജയിലിൽ ഉണ്ടും ഉറങ്ങിയും ജോലി ചെയ്ത് സമ്പാദിച്ച് സുഖമായിട്ട് കഴിയാം. ഈ ഒരു സിസ്റ്റം മാറിയില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായി സ്വൈരമായി ജീവിക്കാൻ പറ്റില്ല.